പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് NIOS +2 ഹിസ്റ്ററിയുടെ 2024 ഏപ്രിൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൻ്റെ ക്വസ്റ്റ്യനും ആൻസറും കൂടെ പറയുന്നുണ്ട്. ഓരോ ഭാഗങ്ങളും കൃത്യമായിട്ട് നന്നായിട്ട് കേട്ട് പഠിക്കുക, നോട്ട്സൊക്കെ എഴുതിയെടുക്കുക. എക്സാമിന് പോകുന്നതിന് മുമ്പായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കുന്നത് വലിയ ഗുണം ചെയ്യും. എക്സാമിൻ്റെ മോഡലുകൾ അറിയുവാനും പിന്നെ മാത്രമല്ല റിപ്പീറ്റായിട്ട് വരുന്ന ക്വസ്റ്റ്യനുകളും ഉണ്ടായിരിക്കും. അതുകൊണ്ട് ക്ലാസ് മുഴുവനായിട്ട് കാണുക, നോട്ട്സ് എഴുതിയെടുക്കുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ്റെ മോഡലെന്ന് പറയുമ്പോൾ ആദ്യത്തെ സെക്ഷൻ എ, അതിലെ 1 മുതൽ 20 വരെയുള്ളത്. സെക്ഷൻ എ 1 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യനുകൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്, MCQ ആണ്. അതിൽ 4 ആൻസറുകൾ ഉണ്ടായിരിക്കും, 4 ഓപ്ഷനുകൾ ഉണ്ടായിരിക്കും. അതിൽ കറക്റ്റ് ആൻസർ ആയിട്ടുള്ളത് എഴുതി കൊടുക്കുക. ഓരോ ക്വസ്റ്റ്യൻസും 20 ക്വസ്റ്റ്യൻസിന് ഓരോന്നിനും ഓരോ മാർക്ക് വീതമാണ്. അതുകൊണ്ട് നന്നായി ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിച്ച് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതൊഴിവാക്കി ആൻസർ ഉറപ്പാക്കിയതിന് ശേഷം മാത്രം ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാവൂ. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് സെക്ഷൻ എ, ഫസ്റ്റ് വൺ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: ഓൺ ദ ബേസിസ് ഓഫ് ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്സ് ദ ഹാരപ്പൻ സിവിലൈസേഷൻ ഹാസ് ബീൻ ഡേറ്റഡ് ബിറ്റ്വീൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് പീരീഡ്സ്? പുരാവസ്തു ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹാരപ്പൻ സംസ്കാരം താഴെ പറയുന്ന ഏത് കാലഘട്ടത്തിനിടക്കാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഇതിൻ്റെ ആൻസർ വരുന്നത് എ, ഓപ്ഷൻ എ ആണ്. BC 2600 BC 1900 കാലഘട്ടങ്ങൾക്കിടയിലാണ് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ കാലഘട്ടം നിലനിന്നിരുന്നത്. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്: വാട്ട് ഈസ് ദ അപ്രോക്സിമേറ്റ് നമ്പർ ഓഫ് സൈൻസ് ഫൗണ്ട് ഇൻ ദ ഹാരപ്പൻ സ്ക്രിപ്റ്റ്? ഹാരപ്പൻ ലിപിയിൽ കണ്ടെത്തിയ അടയാളങ്ങളുടെ ഏകദേശ സംഖ്യ എത്രയാണ്? സ്ക്രിപ്റ്റിൻ എണ്ണം. ആൻസർ ബി, ഓപ്ഷൻ ബി, 400 എണ്ണമാണ്. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ തന്നെ ഒരു ഓപ്ഷണൽ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. വാട്ട് വാസ് ദ മെയിൻ ഓക്യുപ്പേഷൻ ഓഫ് ദ ഏർലി വേദിക് ആര്യൻസ്? ആദ്യകാല ആര്യന്മാരുടെ വേദിക് ആര്യൻസ് അവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ എന്തായിരുന്നു? പാസ്ട്രോലിസം, കന്നുകാലി വളർത്തലാണ് അവരുടെ ആദ്യ കാലഘട്ടങ്ങളിലെ ജോലി ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: ഹു വാസ് ദ മോസ്റ്റ് ഫേമസ് ശാഖ റൂളർ? ഏറ്റവും പ്രശസ്തനായ ശാഖ രാജാവ് ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി, രുദ്രദാമനായിരുന്നു ഏറ്റവും പ്രശസ്തനായ ശാഖ രാജാവ്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ: ഹു ഈസ് ദ നോൺ ആസ് ദ ഫാദർ ഓഫ് ആയുർവേദ? ആയുർവേദയുടെ പിതാവായിട്ട് ആരാണ് അറിയപ്പെടുന്നത്? ആയുർവേദയുടെ പിതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ എ, ചരകയാണ് ആയുർവേദയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. 4 തന്നെ മറ്റൊരു ഓപ്ഷൻ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വെർ ഈസ് ദ ഹാദി ഹുംബ ഇൻസ്ക്രിപ്ഷൻ ഫൗണ്ട്? ഹാദി ഹുംബ ശിലാശാസനം എവിടെയാണ് കണ്ടെത്തിയത്? അതിൻ്റെ ഇൻസ്ക്രിപ്ഷൻ ഫൗണ്ട് വെർ എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ, ഉദയഗിരിയാണ്. നെക്സ്റ്റ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: ആൻ ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അമരാവതി സ്കൂൾ ഓഫ് ആർട്സ് ഈസ് നോൺ ആസ്? അമരാവതി കലാശാലയുടെ ഒരു പ്രധാന സവിശേഷതയായിട്ട് അറിയപ്പെടുന്നത് ഏതാണ്? അമരാവതി സ്കൂൾ ഓഫ് ആർട്സിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്താണ്? ഓപ്ഷൻ ബി ആണ്, നെറേറ്റീവ് ആർട്ട്. നെക്സ്റ്റ് ആറാമത്തെ ക്വസ്റ്റ്യൻ: ഹു ഔട്ട് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഓതർ ഓഫ് ഹർഷചരിത? ഹർഷചരിതയുടെ
ഓതറായിട്ട് ആരാണ്? അതിൻ്റെ രചയിതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ബാനാഭട്ടയാണ് ഹർഷചരിതയുടെ രചയിതാവ്. 6 തന്നെ മറ്റൊരു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്, ഓപ്ഷണൽ ക്വസ്റ്റ്യൻ. വിച്ച് ഔട്ട് ഓഫ് ദ ഫോളോയിങ് വാസ് ദ ക്യാപിറ്റൽ ഓഫ് പല്ലവാസ്? പല്ലവന്മാരുടെ ക്യാപിറ്റൽ, അവരുടെ തലസ്ഥാന നഗരി തലസ്ഥാനം ഏതായിരുന്നു? ഓപ്ഷൻ ബി കാഞ്ചിയാണ് അവരുടെ തലസ്ഥാനം. നെക്സ്റ്റ് 7ാമത്തെ ക്വസ്റ്റ്യൻ. ഹു എമംഗ് ദ ഫോളോയിങ് രജ്പുട്ട് റൂളേഴ്സ് പോസ്ഡ് മോസ്റ്റ് സീരിയസ് ചലഞ്ചസ് ടു അക്ബർ? താഴെ പറയുന്ന രാജാക്കന്മാരിൽ, രജപുത്ര രാജാക്കന്മാരിൽ അക്ബറിന് ഏറ്റവും കൂടുതൽ ഗുരുതരമായ വെല്ലുവിളി ഉയർത്തിയ രജപുത്ര രാജാവ് ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്, മഹാറാണ പ്രതാപ്. മഹാറാണ പ്രതാപ് സിംഗ് ആണ് അക്ബർ ചക്രവർത്തിക്ക് ഏറ്റവും വെല്ലുവിളിയായിട്ട് ഉണ്ടായിരുന്നത്. ഇനി 7ാമത്തെ ക്വസ്റ്റ്യനിൽ തന്നെ ഒരു ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ഹു വാസ് ദ റൂളർ ഫ്രം ഡക്കാൻ ഹു ഡിഫീറ്റഡ് ദ മുഗൾ ഫോഴ്സസ് ഡ്യൂറിങ് ദ ടൈം ഓഫ് ജഹാംഗീർ? ജഹാംഗീറിൻ്റെ ഭരണകാലത്ത് മുഗൾ സൈന്യത്തെ പരാജയപ്പെടുത്തിയ ദക്ഷിണേന്ത്യൻ ഭരണാധികാരി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ്, മാലിക് അംബർ ആയിരുന്നു. ഇനി നെക്സ്റ്റ് 8ാമത്തെ ക്വസ്റ്റ്യൻ. ഹു ഔട്ട് ഓഫ് ദ ഫോളോയിങ് യൂസ്ഡ് ടു ഹെഡ് ദിവാൻ ഐ അർസ് ഡ്യൂറിങ് ദ സുൽത്താനേറ്റ് പീരീഡ്? സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ ദിവാൻ ഇ അർസ് എന്ന് പറയുന്നതിനെ നയിച്ചിരുന്നത് ആരായിരുന്നു? അതായത് അതിൻ്റെ ഹെഡ് ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ്, ആരിസ് ഇ മുമാലിക്കാണ്. ഇനി 8ൽ തന്നെ മറ്റൊരു ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ദ ഹെഡ്മാൻ ഓഫ് വില്ലേജ് അണ്ടർ ദ മുഗൾസ് വാസ് നോൺ ആസ്? മുഗൾ ഭരണകാലഘട്ടത്തിൽ ഗ്രാമത്തലവനെ വിളിച്ചിരുന്നത് എന്തായിരുന്നു? ഓപ്ഷൻ ബി ആണ്, മുഖദ്ദം എന്നാണ് വിളിച്ചിരുന്നത്. നെക്സ്റ്റ് 9ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദ 19th century Christian order was established in Deccan by whom of the following? 13ാം നൂറ്റാണ്ടിൽ സന്യാസി സംഘടന സ്ഥാപിച്ചവരിൽ താഴെ പറയുന്നവരിൽ പ്രധാനി ആരാണ്? 13ാം നൂറ്റാണ്ടിൽ ചിസ്തി ഓർഡർ സ്ഥാപിച്ചത് ആരാണ്? ആൻസർ എ ഓപ്ഷണൽ എ ആണ്, ഷെയ്ഖ് ബുർഹാനുദ്ദീൻ ഗരീബാണ് ചിസ്തി ഓർഡർ സ്ഥാപിച്ചത്. അതിന് 9ൽ തന്നെ മറ്റൊരു ഓപ്ഷണൽ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഔട്ട് ഓഫ് ദ ഫോളോയിങ് ഹു വാസ് ദ ഏർലിയസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ നിർഗുണ ഭക്തി സെയിന്റ് ഇൻ നോർത്ത് ഇന്ത്യ? താഴെ പറയുന്നവരിൽ ഏറ്റവും ആദ്യത്തെയും ഏറ്റവും സ്വാധീനമുള്ളതുമായ നിർഗുണ ഭക്തി സന്യാസി ആരായിരുന്നു? നോർത്ത് ഇന്ത്യയിലെ നിർഗുണ ഭക്തി സന്യാസി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ്, കബീർ ആയിരുന്നു ആ സന്യാസി എന്ന് പറയും. നെക്സ്റ്റ് 10ാമത്തെ ക്വസ്റ്റ്യൻ. ദ ക്രെഡിറ്റ് ഫോർ ക്രിയേഷൻ ഓഫ് വിച്ച് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് ഔട്ട് ഓഫ് ദ ഫോളോയിങ് ഗസ് ടു അമീർ ഖുസ്രോ? താഴെ പറയുന്ന സംഗീതോപകരണങ്ങളിൽ അമീർ ഖുസ്രുവിന് ഏറ്റവും കൂടുതൽ അംഗീകാരം നേടിക്കൊടുത്ത മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഏതായിരുന്നു? ഓപ്ഷൻ ബി ആണ്, സിത്താർ ആയിരുന്നു. നെക്സ്റ്റ് 11ാമത്തെ ക്വസ്റ്റ്യൻ. ജെയിംസ് അഗസ്റ്റസ് ഹിക്കി published the first newspaper in India in 1780 by which of the following names? ജെയിംസ് അഗസ്റ്റ്യ ഹിക്കി എന്ന് പറയുന്നവർ 1780 ആദ്യത്തെ പത്രം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പത്രം ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ബംഗാൾ ഗസറ്റ് ആയിരുന്നു. ഇനി നെക്സ്റ്റ് 12ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് ആനന്ദ മഡ് നോവൽ വാസ് റിട്ടൺ ബൈ ഹൂം ഓഫ് ദ ഫോളോയിങ്?
ആനന്ദമഠ് എന്ന് പറയുന്ന നോവൽ ആരാണ് രചിച്ചത്? ആൻസർ ഡി ആണ്, ഓപ്ഷൻ ഡി, ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. 12 തന്നെ മറ്റൊരു ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ഉണ്ട്. വേർ ഡിഡ് ദ ഇനീഷ്യൽ ഡിസ്റ്റർബൻസ് ഓഫ് ദ റിവോൾട്ട് ഓഫ് 1857 സ്റ്റാർട്ട്? 1857 കലാപത്തിൻ്റെ ആരംഭം എവിടെ നിന്നാണ് 1857 കലാപം ആരംഭിച്ചത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, മീററ്റ്. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ. വെൻ വാസ് ദ ആര്യ സമാജ് ഫൗണ്ടഡ് ബൈ ദയാനന്ദ സരസ്വതി? ദയാനന്ദ സരസ്വതി ആര്യ സമാജം സ്ഥാപിച്ചത് ഏത് വർഷമാണ്? ആൻസർ ഓപ്ഷൻ ഡി, 1875. 1875 1875 ദയാനന്ദ സരസ്വതി ആര്യ സമാജം സ്ഥാപിച്ചത്. ഈ ഒരു ക്വസ്റ്റ്യന് തിരിച്ചും ചോദിക്കാം. ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച പ്രസ്ഥാനം ഏതായിരുന്നു? ആര്യ സമാജ്. ഇനി ആര്യ സമാജത്തിൻ്റെ ഫൗണ്ടർ ആരാണ്? ദയാനന്ദ സരസ്വതി. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ആര്യ സമാജ്, ദയാനന്ദ സരസ്വതി, 1875. ഇനി നെക്സ്റ്റ് വരുന്നത് 14ാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ ഡിഡ് ദ എമർജൻസ് ഓഫ് നാഷണലിസം ടേക്ക് പ്ലേസ് ഇൻ യൂറോപ്പ്? യൂറോപ്പിൽ ദേശീയതയുടെ ഉത്ഭവം എങ്ങനെയാണ് സംഭവിച്ചത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡ്യൂ ടു എമർജൻസ് ഓഫ് നാഷൻസ് ആൻഡ് നാഷൻ സ്റ്റേറ്റ്സ്. നാഷനുകളുടെയും നാഷണൽ സ്റ്റേറ്റുകളുടെയും ഉത്ഭവമാണ് യൂറോപ്പിൽ ദേശീയത ഉണ്ടാകുവാനുള്ള കാരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 15ാമത്തത്. ദ കസ്റ്റം ഓഫ് സതി വാസ് ഫോർമലി അബോളിഷ്ഡ് ഇൻ വിച്ച് ഇയർ? സതി സമ്പ്രദായം ഔദ്യോഗികമായിട്ട് നിർത്തലാക്കിയത് ഏത് വർഷമാണ്? 1829. 1829 സതി സമ്പ്രദായം നിർത്തലാക്കിയത്. ഇതിൽ തന്നെ മറ്റൊരു ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ഉണ്ട്. വിച്ച് മൂവ്മെൻറ്റ് വാസ് സ്റ്റാർട്ടഡ് ബൈ ആനി ബസന്റ്? ആനി ബസന്റ് ഏത് പ്രസ്ഥാനമാണ് ആരംഭിച്ചത്? ആനി ബസന്റ് ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഹോം റൂൾ പ്രസ്ഥാനമാണ് ആനി ബസന്റ് ആരംഭിച്ചത്. നെക്സ്റ്റ് വരുന്നത് 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഹൂ റോട്ട് ദ ഫേമസ് ബുക്ക് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ബുക്ക് രചിച്ചത് ആരാണ്? ഓപ്ഷൻ എ, ദാദാബായ് നവറോജിയാണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഫേസ് ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് ബിറ്റ്വീൻ 1885-1905 ഈസ് നോൺ ആസ്? 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഘട്ടം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ ഘട്ടം, ആ കാലഘട്ടം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി, മോഡറേറ്റ്, മിതവാദി കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. 17 തന്നെ മറ്റൊരു ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ഉണ്ട്. വെൻ വാസ് ദ പാഷൻ ഓഫ് ബംഗാൾ അനൗൺസ്ഡ് ബൈ ലോർഡ് കൂൾസൺ? ലോർഡ് കേഴ്സൺ ബംഗാൾ വിഭജനം എന്നാണ് പ്രഖ്യാപിച്ചത്? വർഷം ഏതാണ്? ബംഗാൾ വിഭജനത്തിൻ്റെ പ്രഖ്യാപന വർഷം എന്നാണ്? ആൻസർ ഓപ്ഷൻ എ, 1905. 1905 പ്രഖ്യാപിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് 18ാമത്തെ ക്വസ്റ്റ്യൻ. ദ മോളി മിൻഡോ റിഫോംസ് കെയിം ഇൻ വിച്ച് ഇയർ? ഏത് വർഷമാണ് മോളി മിൻഡോ റിഫോംസ് പരിഷ്കരണങ്ങൾ നടപ്പിലാക്കിയത്? ഏത് വർഷമാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 1909. 1909 മോളി മിൻഡോ പരിഷ്കരണം നടപ്പിലാക്കിയത്. ഇനി നെക്സ്റ്റ് വരുന്നത് 19ാമത്തെ ക്വസ്റ്റ്യൻ. തിലക് ഇൻട്രൊഡ്യൂസ്ഡ് വിച്ച് ഫെസ്റ്റിവൽ? തിലക് ആരംഭിച്ച ഉത്സവം ഏതാണ്? തിലകിൻ്റെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഉത്സവം, ഫെസ്റ്റിവൽ ഏതാണ്?
ആൻസർ ഓപ്ഷൻ എ, ഗണപതി ഉത്സവമാണ് അദ്ദേഹം ആരംഭിച്ചത്, ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് വരുന്നത് 20ാമത്തെ ക്വസ്റ്റ്യനാണ്. വിച്ച് സൈഡ് ഡിഡ് ഇന്ത്യൻ സോൾജേഴ്സ് ഫൈറ്റ് ഓൺ ഡ്യൂറിങ് ദ വേൾഡ് വാർ ഫസ്റ്റ്? ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് ഇന്ത്യൻ സൈനികർ ആരുടെ ഭാഗത്ത് നിന്നാണ് പോരാടിയത്? ആൻസർ ഓപ്ഷൻ ബി, ബ്രിട്ടൻ. ബ്രിട്ടൻ്റെ ഭാഗമായിരുന്നു ഇന്ത്യയുടെ സൈനികർ പ്രവർത്തിച്ചിരുന്നത്. 20ൽ തന്നെ മറ്റൊരു ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ദ നാഷണൽ ഫാസിസ്റ്റ് പാർട്ടി വാസ് ഫോംഡ് ബൈ ഹൂം ഇൻ 1921? 1921 നാഷണൽ ഫാസിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ, മുസോളിനിയാണ് നാഷണൽ ഫാസിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത്. ഈ 20 ക്വസ്റ്റ്യൻസുകളാണ് MCQ ആയിട്ട് വരുന്നത്. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതമാണ് വരുന്നത്. ഇതിൽ ചില ക്വസ്റ്റ്യനുകൾക്ക് 2 ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് മാത്രമേ ആൻസർ എഴുതാൻ പറ്റുകയുള്ളൂ. ഇനി നെക്സ്റ്റ് 21ാമത്തെ ക്വസ്റ്റ്യനാണ് പറയുന്നത്. ഇനി അങ്ങോട്ട് വരുന്ന 10 ക്വസ്റ്റ്യനുകൾ ഡാഷ് പൂരിപ്പിക്കാനാണ്. അതായത് 2 ഡാഷുകളൊക്കെ ഉണ്ടായിരിക്കും. ഓരോ ആൻസറിനും ഓരോ മാർക്ക് വീതമാണ് ഉണ്ടാവുക. അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 21, 21ാമത്തെ ക്വസ്റ്റ്യനാണ്. ദ എവിഡൻസ് ഓഫ് ഫയർ വർഷിപ്പ് ഹാസ് ബീൻ ഫൗണ്ട് അറ്റ് സം സൈറ്റ് സച്ച് ആസ് ഡാഷ് ആൻഡ് ഡാഷ്. ഇതിൽ ചില സ്ഥലങ്ങളിൽ നിന്ന് അഗ്നി ആരാധനയുടെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഫയർ വർഷിപ്പ്, അഗ്നി ആരാധനയുടെ തെളിവുകൾ, എവിഡൻസ്, തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ 2 സൈറ്റുകൾ ഏതാണ്? ഒന്നാമത്തത് കാളിബംഗൻ, രണ്ടാമത്തത് ലോഥൽ. ഈ 2 സ്ഥലങ്ങളിൽ നിന്നാണ് അഗ്നി ആരാധനയുടെ തെളിവുകൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് 22ാമത്തെ ക്വസ്റ്റ്യൻ. ഡാഷ് മാരേജ് വേർ പ്രിഫേർഡ് ഈവൻ ടു ഡാഷ് വാസ് ഫ്രീക്വൻറ്റ് ഇൻ ദ ലേറ്റർ വേദിക് ഫേസ്? ഡാഷ് കാലഘട്ടങ്ങളിൽ, ചില കാലഘട്ടങ്ങളിൽ, പിൽക്കാല വേദകാലഘട്ടങ്ങളിൽ ഡാഷ് കാര്യങ്ങൾ പതിവായിരുന്നുവെങ്കിലും ഡാഷ് വിവാഹങ്ങൾക്കാണ് മുൻഗണന നൽകിയിരുന്നത്. അപ്പോൾ ഒന്നാമത്തത് ആൻസർ വരുന്നത്, ഒന്നാമത്തത് മോണോഗമസ്. പിന്നെ സാധാരണ ഉണ്ടായിരുന്നത് വേദിക് കാലഘട്ടങ്ങളിൽ പോളോഗമിയാണ് ഉണ്ടായിരുന്നത്. ആൻസർ ഒന്നാമത്തെ ഡാഷിൻ്റെ അവിടെ മോണോഗമസ്, രണ്ടാമത്തെ ഡാഷിൻ്റെ അവിടെ പോളിഗമിയാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് 23ാമത്തെ ക്വസ്റ്റ്യൻ. ഇൽത്തുമിഷ് ഗേവ് ദ സുൽത്താനേറ്റ് 2 of the basic coins, the silver dash and the copper dash. ഇൽത്തുമിഷിൻ്റെ കാലഘട്ടങ്ങളിൽ അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള 2 നാണയങ്ങളാണ് ഉണ്ടായിരുന്നത്. അതൊന്നാമത്തത് സിൽവർ നാണയമാണ്, മറ്റൊന്ന് കോപ്പറാണ്. ഇതിലെ സിൽവർ നാണയത്തെ അറിയപ്പെടുന്നത് തങ്ക എന്നാണ് അറിയപ്പെടുക. പിന്നെ കോപ്പറിനെ അറിയപ്പെടുന്നത് ജിദാൽ എന്നായിരുന്നു. നെക്സ്റ്റ് 24ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഫോഴ്സസ് ഓഫ് ബാബർ ആൻഡ് റാണ സംഗ മെറ്റ് അറ്റ് ഡാഷ് എ പ്ലേസ് നിയർ ഡാഷ്? 1527. 1527 ബാബറിൻ്റെയും റാണ സംഗയുടെയും സൈന്യങ്ങൾ ഏറ്റുമുട്ടിയത് ഡാഷ് സ്ഥലത്താണ്. ഏത് സ്ഥലത്തായിരുന്നു? പാനിപ്പത്ത്. എവിടെയാണ്? പാനിപ്പത്തിലാണ് അവർ ഏറ്റുമുട്ടിയത്. ഇത് എ പ്ലേസ് നിയർ, അത് ഏത് സ്ഥലത്തിൻ്റെ സമീപമാണ്? ഡൽഹിയിലാണ്. ഡൽഹിയുടെ സമീപമുള്ള പാനിപ്പത്തിൽ വെച്ചിട്ടാണ് ബാബറും റാണ സംഗയും ഏറ്റുമുട്ടിയത്. ഈ വർഷവും ഓർത്തു വെക്കുക, 1527 അവർ ഏറ്റുമുട്ടിയത്.
ഇനി നെക്സ്റ്റ് 25ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഫൗണ്ടർ ഓഫ് സെക്കൻഡ് അഫ്ഗാൻ എംപയർ ഷേർ ഖാൻ വാസ് എ ഗ്രേറ്റ് ഡാഷ് ആൻഡ് ആൻ ഏബിൾ ഡാഷ്. രണ്ടാം അഫ്ഗാൻ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായിരുന്ന ഷേർഖാൻ അദ്ദേഹം മഹാനായിട്ടുള്ള ഡാഷ് ആയിരുന്നു. അവിടെ അഡ്മിനിസ്ട്രേറ്റർ, അദ്ദേഹം ഒരു ഭരണാധികാരിയായിരുന്നു, അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. ആൻഡ് ആൻ ഏബിൾ, അദ്ദേഹം ഒരു ജനറൽ കൂടെയായിരുന്നു. ഒന്നാമത്തേൻ്റെ അവിടെ അഡ്മിനിസ്ട്രേറ്റർ, രണ്ടാമത്തേൻ്റെ അവിടെ ജനറൽ. ഇനി നെക്സ്റ്റ് വരുന്നത് 26ാമത്തെ ക്വസ്റ്റ്യനാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ 4 ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട്. ഓപ്ഷനിലായിട്ട് എ, ബി, സി, ഡി 4 വരുന്നുണ്ട്. ഇതിൽ ആൻസർ എനി 2 ഏതെങ്കിലും 2 ആൻസർ എഴുതേണ്ടത്. ഓരോന്നിനും ഓരോ മാർക്ക് വീതമാണ്. ഇതിൽ എ ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ ജൂൺ 1763 അണ്ടർ മേജർ ആഡംസ് ബ്രിട്ടീഷ് ആർമി ഡിഫീറ്റഡ് ഡാഷ് ഇൻ ദ നവാബ് ഓഫ് ബംഗാൾ. 1763 ജൂണിൽ മേജർ ആഡംസിൻ്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് സൈന്യം പരാജയപ്പെടുത്തിയ ബംഗാളിലെ നവാബ് ആരായിരുന്നു? ആരാണ് ആൻസർ? മിർ കാസിം. ആരായിരുന്നു? മിർ കാസിമിനെയാണ് 1763 മേജർ ആഡംസ് പരാജയപ്പെടുത്തിയത്. ഇനി ബി വരുന്നത് മോസ്റ്റ് സീരിയസ് റെസ്ട്രിക്ഷൻസ് ഓൺ ദ ഗ്രോത്ത് ഓഫ് ഇന്ത്യൻ ലാംഗ്വേജ് ന്യൂസ് പേപ്പർ വാസ് ലോർഡ് ലിറ്റൺസ് ആക്ട് ഓഫ് ഡാഷ് ആക്ട് ഓഫ് 1878. ഇന്ത്യൻ ഭാഷാപത്രങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും ഗുരുതരമായ നിയന്ത്രണം 1878 ലോർഡ്സ് ലിറ്റൺ കൊണ്ടുവന്ന ഒരു നിയമമായിരുന്നു. 1878 കൊണ്ടുവന്നത്. ആ നിയമത്തിൻ്റെ പേര് എന്താണ്? ഡാഷ്. വെർണാക്കുലർ പ്രസ് ആക്ട് ആണ്. വെർണാക്കുലർ പ്രസ് ആക്ട്. ഇവിടെ നമുക്ക് 3 കാര്യങ്ങൾ നോക്കി വെക്കണം. ഒന്നാമത്തത് വെർണാക്കുലർ പ്രസ് ആക്ട്. ഇത് കൊണ്ടുവന്നത് ആരാണ്? ലോർഡ് ലിട്ടനാണ് കൊണ്ടുവന്നത്. പാസ്സാക്കിയത് ആരാണ്? ലോർഡ് ലിട്ടനാണ്. ഇതിൻ്റെ വർഷം 1878 1878 കൊണ്ടുവന്നിട്ടുള്ളത്. വരുന്നത് നെക്സ്റ്റ് സി. ദ ഡിവാസ്റ്റിംഗ് ബംഗാൾ ഫെയിം ഓഫ് ഡാഷ് ബോർ ടെസ്റ്റിമണി ടു ദ ഡിവാസ്റ്റേറ്റിംഗ് എഫക്റ്റ് ഓഫ് ദ ബ്രിട്ടീഷ് പോളിസി ഓവർ ദ റൂറൽ സൊസൈറ്റി. ഡാഷ് വർഷത്തിലെ വിനാശകരമായിട്ടുള്ള ബംഗാൾ ക്ഷാമം ബ്രിട്ടീഷ് നയം ഗ്രാമീണ സമൂഹത്തിന് മേൽ ചെലുത്തിയ വളരെ വിനാശകരമായിട്ടുള്ള പ്രത്യാഘാതത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് പോളിസി റൂറൽ സൊസൈറ്റിയുടെ മേൽ ചെലുത്തിയ നയം അത് അവരെ വല്ലാത്ത പ്രത്യാഘാതമായ രീതിയിൽ സാക്ഷ്യം വഹിച്ചത്. ഈ ഒരു ബംഗാൾ ജനതയ്ക്ക് മേലുണ്ടായിട്ടുള്ള ക്ഷാമം അത് ഏത് വർഷമാണ് ഉണ്ടായിരുന്നത്? 1973 1973 ഈ ബംഗാൾ ഫെമിൻ ഉണ്ടായിട്ടുള്ളത്. നെക്സ്റ്റ് ഡി. ബൈ ദ റൂറൽ പ്രൊക്ലമേഷൻ ഓഫ് 1858 ഇന്ത്യാസ് അഡ്മിനിസ്ട്രേഷൻ വാസ് ടേക്കൺ ഓവർ ഡയറക്ട്ലി ബൈ ദ ഡാഷ് അബോളിഷിംഗ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇവിടെ 1858 രാജകീയ വിളംബരത്തിലൂടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം നിർത്തലാക്കിക്കൊണ്ട് ഇന്ത്യയുടെ ഭരണം ഡാഷ് നേരിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. ആരാണ് നേരിട്ട് ഏറ്റെടുത്തത്? ആരായിരുന്നു? ബ്രിട്ടീഷ് ക്രൗൺ, ബ്രിട്ടീഷ് രാജ്ഞിയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ, അതായത് ഇന്ത്യയുടെ ഭരണം നേരിട്ട് ഏറ്റെടുത്തത്. അതിനുള്ളൊരു കാരണം ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവർ ഇവിടെ അഴിമതി നടത്തുന്നുണ്ട്, യഥാർത്ഥത്തിൽ കൃത്യമായിട്ടുള്ള ഭരണം നടത്തുന്നില്ല എന്ന് ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് പരാതി പോയപ്പോഴാണ് ബ്രിട്ടീഷ് രാജ്ഞി ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം നേരിട്ട് ഏറ്റെടുത്തത്.
ഇനി 27ാമത്തെ ക്വസ്റ്റ്യൻ. ദ യൂണിവേഴ്സിറ്റി ഓഫ് കൽക്കട്ട ഡാഷ് ആൻഡ് ഡാഷ് വേർ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1857. 1857 ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റികൾ രൂപീകരിച്ചു. ഇന്ത്യയിലുണ്ടായിരുന്ന സ്ഥാപിതമായ യൂണിവേഴ്സിറ്റികൾ. അതിലൊന്നാമത്തത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, കൽക്കത്തയാണ്. ഇനി മറ്റൊന്ന് ഏതായിരുന്നു? മദ്രാസ് യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ മറ്റൊന്ന് ബോംബെ യൂണിവേഴ്സിറ്റി. മദ്രാസ്, ബോംബെ. നെക്സ്റ്റ് 28ാമത്തെ ക്വസ്റ്റ്യൻ. ഡാഷ് എസ്റ്റാബ്ലിഷ്ഡ് ദ രാമകൃഷ്ണ മിഷൻ ഇൻ ഡാഷ്. രാമകൃഷ്ണ മിഷൻ ആരാണ് സ്ഥാപിച്ചത്? ഏത് വർഷമാണ്? ഇത് രണ്ടുമാണ് എഴുതി കൊടുക്കേണ്ടത്. ഇതിനെ സ്ഥാപിച്ചത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ് സ്ഥാപിച്ചത്. വർഷം ഏതായിരുന്നു? 1897 സ്ഥാപിച്ചത്. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് 3 കാര്യങ്ങൾ പഠിച്ചു വെക്കണം. ഇത് നേരെ തിരിച്ചു ചോദിക്കാം. 3 കാര്യങ്ങൾ. സ്വാമി വിവേകാനന്ദൻ, അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം ഏതായിരുന്നു? രാമകൃഷ്ണ മിഷനാണ്. അതുപോലെ സ്ഥാപിച്ച വർഷം 1897. ഇത് തിരിച്ചും മറിച്ചും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റണം. ഇനി നെക്സ്റ്റ് വരുന്നത് 28ാമത്തതിൽ തന്നെ മറ്റൊരു ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ഉണ്ട്. സം വിമൺ റിഫോംസ് ലൈക്ക് പണ്ഡിത രമാബായ് ഇൻ വെസ്റ്റേൺ പാർട്ട്, സിസ്റ്റർ ഡാഷ് ഇൻ മദ്രാസ് ആൻഡ് ഡാഷ് ബംഗാൾ പ്ലേഡ് ഇൻ prominent role in social life of the 19th century. ഇവിടെ 19ാം നൂറ്റാണ്ടിൽ ചില വനിതാ പരിഷ്കർത്താക്കൾ സാമൂഹിക ജീവിതത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിൽ പടിഞ്ഞാറൻ ഭാഗത്തായിട്ട് ആരായിരുന്നു? പണ്ഡിത രമാബായിയാണ് ഉണ്ടായിരുന്നത്. വെസ്റ്റേണിൽ ആരായിരുന്നു? പണ്ഡിത രമാബായി ആയിരുന്നു. സിസ്റ്റർ ഡാഷ് മദ്രാസിലായിരുന്നു സിസ്റ്റർ നിവേദിതയാണ് മദ്രാസിൽ ഉണ്ടായിരുന്നത്. ആൻഡ് ഡാഷ് ബംഗാളിൽ ബീഗം റുക്കയ്യ ശകാവത്ത് ഹുസൈൻ. 2ാം നമ്പർ ഇങ്ങോട്ട് എടുത്ത് കൊടുത്തിരിക്കുകയാണ്. അത് രണ്ടാമത്തത് ആരാണ്? ബീഗം റുക്കയ്യ ശകാവത്ത് ഹുസൈനാണ്. ബംഗാളിൽ വനിതാ പരിഷ്കർത്താക്കളിൽ സാമൂഹിക ജീവിതത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചവരിൽ 2ാമത്തെയാൾ. ഇനി നെക്സ്റ്റ് 29ാമത്തെ ക്വസ്റ്റ്യനാണ്. ഡാഷ് വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലീഡർ ഓഫ് ഡാഷ് റവല്യൂഷൻ ഇൻ 1970. 1917 ഡാഷ് വിപ്ലവത്തിൽ വളരെ പ്രധാനപ്പെട്ട നേതാവ് ഡാഷ് ആയിരുന്നു. ആരായിരുന്നു? വ്ളാഡിമർ ലെനിനാണ്. ഇവിടെ പ്രധാനപ്പെട്ട ലീഡർ വ്ളാഡിമർ ലെനിനാണ്. പ്ലേസ് എവിടുത്തെ ലീഡറായിരുന്നു? റഷ്യൻ വിപ്ലവം. 1917 വർഷം ഓർത്ത് വെക്കണം കേട്ടോ. റഷ്യൻ വിപ്ലവം എന്നാണ് 1917 റഷ്യൻ വിപ്ലവം ഉണ്ടായിട്ടുള്ളത്. അവിടുത്തെ പ്രധാനപ്പെട്ട നേതാവ് ആരായിരുന്നു? വ്ളാഡിമർ ലെനിനായിരുന്നു. നെക്സ്റ്റ് 29ാമത്തതിലെ മറ്റൊരു ഓപ്ഷണൽ ക്വസ്റ്റ്യനാണ്. In 1905 ജപ്പാൻ ഡിഫീറ്റഡ് റഷ്യ ഇൻ വാർ ആൻഡ് ടുക്ക് ഓവർ ഡാഷ് ദ റഷ്യൻ സ്ഫിയർ ഓഫ് ഇൻഫ്ലുവൻസ് ഇൻ ഡാഷ്. 1905 ജപ്പാൻ റഷ്യയെ കീഴടക്കി. എന്നിട്ട് അവർ കൊറിയ, ഇവിടെ ആൻസർ വരുന്നത് കൊറിയയാണ്. ദ റഷ്യൻ സ്ഫിയർ ഓഫ് ഇൻഫ്ലുവൻസ് ഈസ്റ്റ് ഏഷ്യ. റഷ്യയുടെ സ്വാധീന മേഖലയായിട്ടുള്ള ഏഷ്യയെ അവരെന്ത് ചെയ്തു? കീഴടക്കി. ജപ്പാനും അതുപോലെ തന്നെ ഈസ്റ്റ് ഏഷ്യയും അവരുടെ ഭാഗമാക്കി മാറ്റുകയും ചെയ്തു. 1ാമത്തെ ഡാഷിൻ്റെ അവിടെ കൊറിയ, 2ാമത്തെ ഡാഷിൻ്റെ അവിടെ വരുന്നത് ഈസ്റ്റ് ഏഷ്യ. ഇനി നെക്സ്റ്റ് 30ാമത്തെ ക്വസ്റ്റ്യനാണ്. ദ കോൾഡ് വാർ വാസ് എ ബിപോളാർ കോൺഫ്രന്റേഷൻ ബിറ്റ്വീൻ ദ ഡാഷ് ആൻഡ് ഡാഷ്. ശീതയുദ്ധം. കോൾഡ് വാർ എന്ന് പറഞ്ഞാൽ ശീതയുദ്ധം പ്രധാനമായിട്ടും 2 പ്രധാനപ്പെട്ട വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധമായിരുന്നു. ആരൊക്കെയാണ്? 1ാമത്തത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, 2ാമത്തത് സോവിയറ്റ് യൂണിയൻ. ഇവർ തമ്മിലുള്ള യുദ്ധമായിരുന്നു കോൾഡ് വാർ. നെക്സ്റ്റ് വരുന്നത് 31ാമത്തെ ക്വസ്റ്റ്യനാണ്. ഇതിൽ 4 ക്വസ്റ്റ്യൻസുകൾ ഓപ്ഷനിലായിട്ട് കൊടുത്തിട്ടുണ്ട്. A, B, C, D.
ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിന് മാത്രം ആൻസർ ചെയ്താൽ മതി. അതിൽ ഒന്നാമത്തത് ദ റഷ്യൻ റവല്യൂഷൻ വാസ് ലൗഡഡ് ഇൻ ഓൾ ഏഷ്യൻ കൺട്രീസ് ആൻഡ് ഡാഷ് പീപ്പിൾ ഓൾ ഓവർ ദ വേൾഡ്. റഷ്യൻ വിപ്ലവം ഏഷ്യൻ കൺട്രീസിൽ ആകമാനം അത് വളരെ ഉച്ചത്തിലായി, അത് വലിയ ഫേമസ് ആയി മാറിയിട്ടുണ്ട്. ആൻഡ് ഡാഷ് പീപ്പിൾ അവിടെ ഓപ്രസ്ഡ് എതിർ വിഭാഗത്തിലുള്ള ജനങ്ങൾക്കും അത് വലിയ രീതിയിലുള്ള സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഇവിടെ ഡാഷ് വരുന്നത് ഓപ്രസ്ഡ്. ഇനി ഇതിൽ ബി രണ്ടാമത്തത് വരുന്നത് ദ തുർക്ക്സ് റോസ് ഇൻ റിബിലിയൻ അഗെയിൻസ്റ്റ് ദ ട്രീറ്റി അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഡാഷ് ആഫ്റ്റർ ദ വേൾഡ് വാർ ഫസ്റ്റ്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഡാഷ് ആളിൻ്റെ നേതൃത്വത്തിൽ തുർക്കികൾ ഉടമ്പടിക്കെതിരെ കലാപം ഉയർത്തി. അതിന് നേതൃത്വം നൽകിയിരുന്ന ആ കലാപത്തിന് നേതൃത്വം നൽകിയിരുന്നത് ലീഡർ ആരായിരുന്നു? മുസ്തഫ കമാൽ അത്താതുർക്ക്. ആരായിരുന്നു? മുസ്തഫ കമാൽ അത്താതുർക്കാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഉടമ്പടികൾക്കെതിരെ വിപ്ലവം കൊണ്ടുവന്നത്. അതിൻ്റെ ലീഡർ മുസ്തഫ കമാൽ അത്താതുർക്കായിരുന്നു. നെക്സ്റ്റ് സി മൂന്നാമത്തത് ദ US പ്രസിഡൻറ്റ് ട്രൂമാൻ ഫോർമുലേറ്റഡ് ഹിസ് പോളിസി ടു കണ്ടെയ്ൻ കമ്മ്യൂണിസം വിച്ച് ഈസ് നോൺ ആസ് ഡാഷ്. US പ്രസിഡൻ്റായിരുന്ന ട്രൂമാൻ അദ്ദേഹം കമ്മ്യൂണിസത്തിനെ ചെറുക്കുവാൻ വേണ്ടി, കമ്മ്യൂണിസത്തെ തടയുവാൻ വേണ്ടി രൂപീകരിച്ച നയം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അതേത് പേരിലാണ്? ട്രൂമാൻ ഡോക്ട്രിൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കേട്ടോ. ദ ട്രൂമാൻ ഡോക്ട്രിൻ എന്ന പേരിലാണ് ആ നയം അറിയപ്പെടുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് സി അല്ല ഡി ആണ്. ദ ഫേമസ് ഐറിഷ് റൈറ്റർ ജെയിംസ് ജോസി ഹൂ ഇൻട്രൊഡ്യൂസ് ദ ടെക്നിക് ഓഫ് ദ സ്ട്രീം ഓഫ് കോൺഷ്യൻസ് ഇൻ ഹിസ് വർക്ക് ഈസ് കോൾഡ്. സ്ട്രീം ഓഫ് കോൺഷ്യൻസ് എന്ന രചനാശൈലി തൻ്റെ കൃതികളിൽ അവതരിപ്പിച്ച പ്രശസ്തനായിട്ടുള്ള ഐറിഷ് എഴുത്തുകാരൻ്റെ ഇതറിയപ്പെടുന്നത് ജെയിംസ് ജോസ് എന്നാണ് അറിയപ്പെടുന്നത്. ജെയിംസ് ജോസ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതാണ് രണ്ടാമത്തെ 10 ക്വസ്റ്റ്യനുകൾ വരുന്നത്. ഇതിൽ വിട്ട ഭാഗം ഫില്ല് ചെയ്ത് കൊടുക്കുവാനുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യനാണ് ഈ ഒരു ഭാഗത്ത് രണ്ടാമത്തെ സെക്ഷനിൽ വരുന്നത്. അതായത് ആദ്യത്തെ ഓപ്ഷണൽ ക്വസ്റ്റ്യന് ശേഷം വരുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങളും ക്വസ്റ്റ്യനുകൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് വായിക്കുക. ആൻസർ ഉറപ്പിച്ചതിന് ശേഷം മാത്രം ആൻസർ എഴുതുക. ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. എന്തെങ്കിലും ആൻസറുകൾ സംശയമുണ്ടെങ്കിൽ ചോദിക്കണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.